പുച്ഛിക്കുന്നവരോട് പറയാം ഇനി ഞാനും ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. ഹായ്, മൈ നെയിം ഇസ് സൽവ ഹാരിസ് ആൻഡ് വെൽക്കം ബാക്ക് ടു എൻട്രി ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂട്യൂബ് ചാനൽ. സോ നമ്മളെല്ലാവരും രാവിലെ എണീക്കുമ്പം തന്നെ ഇന്ന് ഞാൻ എന്തെങ്കിലും കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് വല്ല കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെ ആലോചിച്ച് എണീക്കുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വുമൻസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഹൗസ് വൈഫ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യം ഭയങ്കരമായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. ഇപ്പം നമ്മൾക്ക് ഒരു ഹൗസ് വൈഫിൻ്റെ നോർമൽ ജോബ് എന്താണ്? ഇപ്പോൾ രാവിലെ എണീക്കുക, ഹസ്ബൻഡിനെ നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, കുട്ടികളെ കാര്യങ്ങൾ നോക്കുക. ഇവരെല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയം ഉണ്ടാവും വീട്ടിൽ. അപ്പം നമ്മളിങ്ങനെ ആലോചിക്കും, എൻ്റെ ലൈഫിനെ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇനിയിപ്പം എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കണമെങ്കിൽ പോട്ടെ, എൻ്റെ സ്വന്തമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഞാൻ ഒരാളെടുത്ത് കൈ നീട്ടണം. ഹസ്ബൻഡിൻ്റെ കയ്യിൽ തന്നെയായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ പേരൻസിൻ്റെ അടുത്തായിരിക്കും നമുക്ക് ചോദിക്കേണ്ടി വരാം. സോ അങ്ങനെ ഒരു കാലഘട്ടം ഇനി നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങളിനി ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. ഹൗസ് വൈഫ്സിനും ഇനി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനും അതേപോലെ തന്നെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാനൊക്കെ ആരുടെയും സഹായം ഇല്ലാണ്ട് നമ്മളുടെ സ്വന്തം കഷ്ടപ്പാട് കൊണ്ട് നമ്മളുടെ ഏർണിങ്സ് കൊണ്ട് നമ്മൾക്ക് അവരെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനും അവരെ സന്തോഷിപ്പിക്കാനായിട്ടൊക്കെ സാധിക്കും. സോ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമ്പോൾ നമ്മളത് വെറുതെ മിസ് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ടോ? വെറുതെ നമ്മളുടെ ജീവിതം അങ്ങനെ അങ്ങ് ചുമ്മാ കളയേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്ന കാര്യമാണ്, ഓക്കെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും, പക്ഷേ നമ്മൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആണ്. നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, നമ്മളുടെ കുട്ടികളെ നോക്കണം. അപ്പോൾ പിന്നെ എനിക്കിത് എങ്ങനെ ചെയ്തെടുക്കാനായിട്ട് പറ്റും? പുറത്തൊന്നും പോവാണ്ട് നിങ്ങളുടെ കംഫർട്ട് സ്പേസിൽ നിങ്ങളുടെ ഫാമിലിയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി വളരെ ഹാപ്പിയായി വളരെ പീസ്ഫുള്ളായിട്ട് നിങ്ങൾക്ക് ജോബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇന്നത്തെ കാലത്തുണ്ട്. അപ്പോൾ പിന്നെ അത് വെറുതെ മിസ്സാക്കി കളയേണ്ട കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ആൻഡ് ആ ഓപ്പർച്യൂണിറ്റീനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ നമ്മൾ പറഞ്ഞു വന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ടാണ്. സോ അതിൽ നമ്മൾക്ക് എങ്ങനെയൊക്കെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള കുറേ കാര്യങ്ങളുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യത്തിലോട്ടേക്ക് നമുക്ക് കിടക്കാം. ഓക്കെ, സോ ഇതിന് ആദ്യം തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത് നോ നീഡ് ടു ഗോ ടു എൻ ഓഫീസ്. നമ്മൾ നേരത്തെ പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവും നിങ്ങളുടെ വീട്ടിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും. എന്നാൽ ഇവരെല്ലാം ഈ രാവിലെ ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഒരു ഈവനിങ്ങിലായിരിക്കും നിങ്ങൾ ബിസി ആവാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഫ്രീ ടൈമുണ്ട്. ആ ടൈമിൽ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്ത് പോവുക അല്ലെങ്കിൽ ഓഫീസിൽ പോയിട്ടോ ജോബ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. പിന്നെന്താ, നോ ബിഗ് ഇൻവെസ്റ്റ്മെൻറ്റ് നീഡഡ്. നിങ്ങൾ 5 പൈസ മുടക്കാണ്ട് തന്നെ നിങ്ങൾക്ക് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള എന്തെങ്കിലും ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവും, അത് നിങ്ങൾക്കൊരു ബിസിനസ് ആക്കി മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ അല്ലെങ്കിൽ ഇനീഷ്യലി ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നെന്താ, ഫ്ലെക്സിബിൾ ടൈമിങ്സ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾക്ക് ഫ്രീ ആയിട്ടുള്ള സമയം എപ്പോഴാണോ ആ ഫ്രീ ടൈം യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ജോബ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏർണിങ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അൺലിമിറ്റഡ് ഏർണിംഗ് പൊട്ടൻഷ്യൽ ആൻഡ് സെൽ എനിത്തിങ് ഓൺലൈൻ. ഇന്നത്തെ കാലം ഓൺലൈൻ ത്രൂ പോകാമെന്നുള്ളത് ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾക്ക് അറിയുന്ന കാര്യമാണ്. നിങ്ങൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും എന്ത് ചെറിയ ബിസിനസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവരുടെ എല്ലാം പ്രസൻസ് നമുക്ക് ഓൺലൈനിൽ കാണാനായിട്ട് സാധിക്കും. അപ്പം എന്തുകൊണ്ട് നിങ്ങളുടെ കഴിവ്, മേ ബി നിങ്ങൾക്ക് കുക്കിങ്ങിലാണ് നിങ്ങൾക്ക് കൂടുതൽ കഴിവെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ ആ ഒരു കുക്കിംഗ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഓൺലൈനിൽ സെല്ല് ചെയ്യാം. ഇനിയിപ്പോൾ അതല്ല, വേറെ എന്തെങ്കിലും കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് വിചാരിച്ചോ, നിങ്ങൾക്ക് ആർട്ടിലാണ് കഴിവെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന അതിലാണ് കഴിവെന്ന് വിചാരിച്ചോ, പോട്ടെ, നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിച്ച് ശീലം ഉണ്ടാവും, നിങ്ങളുടെ ചെറിയ മക്കളെ പഠിപ്പിച്ചിട്ടുള്ള ശീലം ഉണ്ടാവും, അത് നിങ്ങൾക്കൊരു ബിസിനസ് ആയിട്ട് എടുത്തൂടെ? ഇതെല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓൺലൈനിൽ സെല്ല് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഹ്യൂജ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. ആൻഡ് ദെൻ കമ്മിങ്, ഇതിൽ നമ്മൾക്ക് ഓൺലൈൻ ബിസിനസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ നിങ്ങളുടെ എന്ത് കഴിവും ആയിക്കോട്ടെ, നിങ്ങൾ കുക്കിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ വേറെ എന്ത് ആർട്ട് ഫോം ആയിക്കോട്ടെ, നിങ്ങൾക്കത് ഓൺലൈൻ ത്രൂ സെല്ല് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അതൊരു ബിസിനസ് ആയിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. പിന്നെന്താ, ഫ്രീലാൻസിങ് ജോബ്.
ഇനി അങ്ങനെയൊന്നും ഇല്ല. അപ്പം നമ്മൾ പറയണ എനിക്കിപ്പം ഞാനിപ്പോൾ പറയുമ്പോൾ ചില ആൾക്കാർ മനസ്സിലായിരിക്കുമേ എനിക്കങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേറെ ബിസിനസ്, അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെയോ അവരാരെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ അടുത്ത് ഡയറക്റ്റ് പോയിട്ട് സംസാരിക്കാം. ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓൺലൈനിൽ, ഞാനൊന്ന് ചെയ്ത് നോക്കട്ടെ, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. അപ്പം ഇനീഷ്യലി വർക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾ എനിക്കത് വർക്ക് തന്നാൽ മതി. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രീലാൻസിങ് വർക്ക്സ് എടുക്കാൻ വേണ്ടി പറ്റും. ആൻഡ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും. സോ അങ്ങനത്തെ ഫ്രീലാൻസിങ് വർക്ക്സ് നിങ്ങൾക്ക് എടുക്കാം. പിന്നെ എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല, നിങ്ങളിപ്പം ഫ്രീ ടൈമിൽ നമ്മൾ റീൽസ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സൊക്കെ എന്താണ് മിന്ത്രയിൽ നിന്ന് കുറച്ച് ഡ്രസ്സസ് വാങ്ങിച്ച് അല്ലെങ്കിൽ ആമസോണിൽ നിന്ന് വാങ്ങിച്ച് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് അവരത് യൂസ് ചെയ്യും. അപ്പം യൂസ് ചെയ്തിട്ട് അതിൻ്റെ വീഡിയോസ് ഇടും. വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ലാസ്റ്റ് നിങ്ങൾ പറയും ഇതേപോലത്തെ കുർത്ത സെറ്റ് അല്ലെങ്കിൽ ഇതേപോലത്തെ ചുരിദാർ അല്ലെങ്കിൽ ഇതേപോലത്തെ യൂട്ടൻസിൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുമോ, ഞാൻ ലിങ്ക് അയച്ചിടാന്നുള്ളത്. സോ അവിടെ സംഭവിക്കുന്നത് എന്താ, അവർ കമൻറ്റ് ചെയ്തിട്ട് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ലിങ്ക് ത്രൂ അവർ കയറിയിട്ട് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു കമ്മീഷൻ കിട്ടുന്നുണ്ട്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആലോചിക്കും, ചില ഒരുപാട് ആൾക്കാരുണ്ട് ഫേസ് കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. കാണിക്കണം നിർബന്ധമില്ല, നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് വെച്ചിട്ട് എങ്ങനെ വേണം, നിങ്ങൾ ഫേസ് ഇല്ലാതെ നിങ്ങളുടെ വോയിസ് ഓവർ മാത്രം മതി, നിങ്ങൾ സംസാരിക്കുന്നത് മാത്രം മതി. ഇനി അതും ചെയ്യാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ അതിപ്പോൾ നമ്മൾ യൂട്ടൻസിൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് യൂസ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മാത്രം കൊടുത്തിട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ നിങ്ങൾ ഇട്ടാൽ മതി. സോ അതിൽ നിന്ന് നിങ്ങൾക്ക് എൻക്വയറീസ് വരും, അതിൽ നിങ്ങൾക്ക് എന്താണ് ഏൺ ചെയ്യാനും സാധിക്കും. സോ ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി അതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, ഇനീഷ്യലി നമ്മൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷൻ ആയിരിക്കും, ഓക്കെ ഇത്രയും ഐഡിയാസ് ഉണ്ട് പക്ഷേ ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ബേസിക്സ് പഠിക്കാം. അതായത് ഇപ്പം ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്ത കുറച്ച് പേരെങ്കിലും ഉണ്ടാവും. പക്ഷേ ഇപ്പം ഒരുവിധം എല്ലാവർക്കും അറിയാണ്. നോർമലി എന്താണ്, ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും നമ്മൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഡക്റ്റോ നമ്മുടെ ബിസിനസ്സോ സെല് ചെയ്യാം. പക്ഷെ ആ പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട് അല്ലേ. ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ആയിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ നമ്മളുടെ ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട് അല്ലേ, അവിടെ ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അതല്ല ഗൂഗിൾ മാപ്പ് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. സോ ആ പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് നമ്മൾ എന്താണ് ഒന്ന് അവെയർ ആവണം, പഠിക്കണം. എന്നാൽ മാത്രമാണ് കറക്റ്റായിട്ടുള്ള ആൾക്കാരിലോട്ടേക്ക് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിനെ നമ്മുടെ ബിസിനസ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ഒരു കാർ വാഷിംഗ് സെൻറ്റർ നടത്തുന്നത് അല്ലെങ്കിൽ ഞാനൊരു ട്യൂഷൻ സെൻറ്റർ നടത്താണ്. നോർമലി ആൾക്കാർ എന്തായിരിക്കും ചെയ്യുന്നത്, ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കും മാത്സ് വിച്ച് ഈസ് എ ബെസ്റ്റ് മാത്സ് ടീച്ചർ നിയർ മീ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സെർച്ച് എഞ്ചിനിൽ സെർച്ച് ചെയ്യുന്നത്. സോ അവിടെ ഞാൻ കാണിക്കേണ്ടത് എന്തായിരിക്കും, ചിലപ്പം സെർച്ച് എഞ്ചിനിലായിരിക്കും എൻ്റെ പ്രോഡക്റ്റിനെ കാണിക്കേണ്ടത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് വിചാരിച്ചോ, അവിടെ നമുക്ക് വീഡിയോ വെച്ച് ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കേണ്ടി വരും. അപ്പം നമ്മൾ അവിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ചൂസ് ചെയ്യേണ്ടി വരും. അതിൽ തന്നെ ഇപ്പം ഇൻസ്റ്റഗ്രാം ആണോ യൂസ് ചെയ്യേണ്ടത്, ഫേസ്ബുക്ക് ആണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പോൾ അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഉണ്ട്, വേണമെങ്കിൽ അത് നോക്കി നിങ്ങൾക്കൊരു ബേസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അതല്ലാന്നാണെങ്കിൽ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ അതും പോയി പഠിക്കേണ്ട ആവശ്യമില്ല, ഓൺലൈനിൽ തന്നെ ഹൗസ് വൈഫ്സിന് മാത്രമായിട്ടുള്ള ഒരുപാട് കോഴ്സസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കോഴ്സസ് നിങ്ങൾ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞതുപോലെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താണ് നിങ്ങളുടെ പാത്ത്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളുടെ പ്രോഡക്റ്റോ നിങ്ങളുടെ സർവീസാണോ സെല് ചെയ്യുന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. ഇനി അതല്ല ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫ്രീലാൻസിങ് സ്റ്റാർട്ട് ചെയ്യാൻ ഏറ്റവും നല്ല പോയിൻ്റാണ് അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിൻ്റാണ് ഫ്രണ്ട്സിനെയോ റിലേറ്റീവ്സിനെയോ ഒന്ന് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. ഇനി അതല്ല അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണോ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അങ്ങനെ നിങ്ങൾക്ക് നോക്കാം. അപ്പോൾ അത് നിങ്ങൾ ചൂസ് ചെയ്യുക. പിന്നെന്താണ്, സ്റ്റാർട്ട് പ്രാക്ടീസിങ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് നിങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ നേരത്തെ യൂട്യൂബിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കോഴ്സസ് പഠിക്കുമ്പോഴൊക്കെ നമ്മൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ എന്താണ്, നമ്മൾക്ക് അത് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അപ്പം ചെയ്ത് നോക്കുമ്പോഴാണ് കൂടുതലായിട്ട് നമ്മളതിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആൻഡ് അത് നമുക്ക് നമ്മളുടെ ബിസിനസ്സിലോട്ടേക്ക് കൊണ്ടുവരാനും പറ്റും. പിന്നെന്താണ്, ഫ്രീലാൻസിങ്. ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞു ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ്, ഫ്രീലാൻസിങ് ചെയ്യുന്നവരാണെങ്കിൽ ഫ്രീലാൻസിങ് പ്ലാറ്റ്ഫോംസ് ഒരുപാട് അവൈലബിൾ ആണ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ അടുത്ത് ചോദിക്കാം. ഇനി അതല്ല എന്നാണെങ്കിൽ ഫൈവർ, അപ്വർക്ക് പോലത്തെ ഒരുപാട് ഫ്രീലാൻസിങ് സൈറ്റ്സ് അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ
അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ എനിക്ക് അറിയാം, സോ എനിക്ക് ജോബ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനീഷ്യലി ചിലപ്പം ചെറിയ ഏണിംഗ് ആയിരിക്കും, പക്ഷെ അത് തന്നെ ഭയങ്കര കാര്യമാണ്. നമ്മളുടെ കയ്യിൽ നമ്മൾ ചെയ്ത വർക്കിൻ്റെ പോർട്ട്ഫോളിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ അങ്ങനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താണ്, അത് ത്രൂ നിങ്ങൾക്ക് ക്ലയൻസിന് കിട്ടും. അതല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ നിങ്ങൾക്ക് ഓൺലൈൻ പ്രസൻസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ആൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ വീട്ടിലിരുന്നിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റും. ഒരാളുടെ കൈയും കാലും പിടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല നിങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് അവസാനം ഒന്ന് രാത്രി വന്ന് കിടക്കുമ്പം നിങ്ങൾക്ക് സമാധാനത്തിൽ പറയാം, ഓക്കെ ഇന്ന് ഞാൻ എന്തെങ്കിലും മീനിങ് ഫുൾ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ട്, ഞാൻ കുറച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളൊരു എന്താ പറയുക, നമ്മൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവാമെന്ന് പറയില്ലേ, അത് നമ്മൾക്ക് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും ഒരാൾക്ക് വേണ്ടുന്ന ഏറ്റവും വലിയ ഫ്രീഡമാണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. അത് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു കുറച്ച് മനസ്സ് വെച്ചാൽ മതി, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾക്ക് ഒരിക്കലും ഒരാളുടെയും പുച്ഛഭാവം കാണേണ്ടി വരില്ല, നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ അടുത്തും പുച്ഛുണ്ടാവില്ല. സോ ഇന്നത്തെ കാലത്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് മനസ്സിൽ വിചാരിക്കുക, ചിന്തിച്ച് നോക്കുക, നിങ്ങളുടെ ലൈഫും വെച്ചിട്ട് നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. സോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ നല്ലൊരു ഡിസിഷൻ എടുത്ത് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതേപോലത്തെ വീഡിയോസിനായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ സച്ച് വീഡിയോസ്.